ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ ഖതഅ ഏതെങ്കിലും ഒരു അടിമ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു ചില കറുത്ത അടയാളങ്ങളെ രൂപാന്തരപ്പെടുത്തുമത്രേ. ഓരോ പാപം ചെയ്യുന്തോറും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില കറുകറുത്ത അടയാളങ്ങൾ വീണ് ആ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തിൽ പാപത്തിന് അനന്തരഫലമായി രൂപാന്തരപ്പെടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ താബാ വസ്തഗ്ഫറ, അവൻ പശ്ചാത്തപിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ, ഒരു പാപം ചെയ്ത ഉടനെ താൻ ചെയ്തതൊരു പാപമാണെന്ന് അവന്റെ ഹൃദയത്തിൽ ബോധോദയം ഉണ്ടാവുകയും അല്ലാഹുവേ ഈ പാപം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന ബോധോദയത്തോടെ ഇദാ താബാ വസ്തഗ്ഫറ, അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ കറുത്ത അടയാളത്തെ ഹൃദയത്തിൽ നിന്നാഹു മായിച്ചു കളയുമത്രേ. വീണ്ടും അവന്റെ ഹൃദയം സ്ഫടിക സമാനമായി ജ്വലിക്കുമത്രേ. അതല്ല, പാപം ചെയ്തതിന്റെ കൂടെ അത് പാപമാണെന്ന് കരുതി പശ്ചാത്തപിച്ച് തിരിച്ചു വരാറ് വീണ്ടും അവൻ പാപം തന്നെ ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹു പറയുകയാ, ഓരോ കറുത്ത അടയാളങ്ങൾ ഓരോന്നായി അവന്റെ ഹൃദയാന്തരത്തിൽ രൂപാന്തരപ്പെട്ടു അവസാന പാപത്തിന്റെ തോതനുസരിച്ച് അവന്റെ ഹൃദയം മുഴുവൻ കറുത്ത് കരുവാളിച്ചു പോകും. അതിനാണ് റാൻ എന്ന് പറയുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരവസ്ഥയ്ക്കാണ് റാൻ എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കറുപ്പ് രൂപാന്തരപ്പെട്ടു. അവര് നിത്യജീവിതത്തിന്റെ പാപങ്ങൾ ഹൃദയത്തിന്റെ കറുത്ത അടയാളങ്ങളായി രൂപാന്തരപ്പെട്ട് ആ കറുപ്പവന്റെ ഹൃദയത്തെ മുഴുവനും പൊതിഞ്ഞു കഴിയുമ്പോ പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ വേദവാക്യങ്ങൾ ഇറങ്ങി ചെല്ലുകയില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ. ഇതാരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ? അവരുടെ ഹൃദയത്തിന് സീൽ വെച്ച് കഴിഞ്ഞു, അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു കഴിഞ്ഞു. ആരെ കുറിച്ചാ പറയുന്നത്? ഇത് അബൂജഹലിനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ല. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് മുഴങ്ങുമ്പോ ഒന്നാമത്തെ സഫിൽ വന്നിട്ട് അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള പ്രബലരായ സഹാബാക്കളുടെ അടുക്കൽ വന്ന് നിങ്ങളെല്ലാം സഫ് ശരിയാക്കി നേരെ നിൽക്കണേ. യഖ്റുജു ഇലൈനാ റസൂലുള്ളാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്തിന് വേണ്ടി വരുന്നുണ്ട്. എല്ലാവരും സഫ് ശരിയാക്കി നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദുൻ നബവി 5 വഖത്തിന് സഫ് വ്യക്തമാക്കി നിർത്തിയിരുന്ന താടിയും തലപ്പാവും ഉണ്ടായിരുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ആ മനുഷ്യൻ സ്വർഗത്തിലല്ല, അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടില. കാരണമെന്നറിയുമോ? ആ മനുഷ്യനാണ് മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അയാളെ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അയാളെ നോമ്പ് പിടിക്കാത്തത് കൊണ്ടല്ല, വളരെയേറെ ചിന്തിക്കണം, അയാളെ നെറ്റിയിൽ നിസ്കാരത്തടമില്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ ആ മനുഷ്യന് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വന്നിട്ട് ഗഗനലോകത്ത് നിന്ന് ലൗഹുൽ മഹ്ഫൂദിന്റെ രഹസ്യമായി വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പകർന്നു കൊടുത്ത അറിവ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്ത് നിന്ന് നേരിട്ട് കേട്ടവരാണവർ. പക്ഷേ ആ പ്രസംഗവും പ്രഭാഷണവും അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല. കാരണം അവരുടെ ഹൃദയം കറുത്തുപോയിരുന്നു.
അവരുടെ ഹൃദയം കറുത്തുപോയിരുന്നു. ആ ഹൃദയത്തിലേക്ക് പ്രഭാഷണങ്ങൾ ഇറങ്ങിയില്ല. ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇറങ്ങിയില്ല. ഒന്നിച്ച് യാത്ര, ബൈക്കിന്റെ തൊട്ട് പുറകിൽ ഒന്നിച്ച് യാത്ര ചെയ്തവന് അപകടത്തിൽ പെട്ടിട്ട് അവനെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി ഖബറിലടക്കുമ്പോഴും അല്ലാഹുവേ, തലനാരടയ്ക്കാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്, നാളെ ഞാൻ ഇതേപോലെ പോകേണ്ടി വരുമല്ലോ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അവന് തോന്നാൻ കഴിയാത്ത രീതിയിൽ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ വ്യാപകമായി അവന്റെ ഹൃദയത്തെ അല്ലാഹു സീൽ വെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ കിരണങ്ങളെ കടയാതെ പോയത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് മഹാന്മാര് ഹൃദയത്തിന്റെ രോഗത്തിന് ചികിത്സ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഏതെന്നറിയുമോ? അവര് പറഞ്ഞത് ഏറ്റവും വലിയ ഡയഗ്നോസിക്കിൽ ഏറ്റവും വലിയ ലബോറട്ടറിയുടെ മരുന്നല്ല. وقيام الليل والتضرع بالسحر ومجالسات الصالحين الفضلاء. ആ മഹാന്മാരോടുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വരെ പറയാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇങ്ങനെ തന്നെ ഈ ലോകാവസാനം വരെ, അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ? അതല്ല ഒരു മാറ്റത്തിന് തുടക്കമുണ്ടാകണോ? നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ വെളിച്ചം കടന്നു വരണോ? നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവണോ? അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്രസംഗത്തിന്റെ കാതലായ ഭാഗത്ത് പറയുക. എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാവുക? അതൊരു സിംബോസിയം കൊണ്ട് കഴിയില്ല, അതൊരു സെമിനാർ കൊണ്ട് കഴിയില്ല, അതേതെങ്കിലും ഒരു പരിശീലന വെക്കേഷൻ ക്ലാസ് കൊണ്ട് കഴിയുന്നില്ലതല്ലോ. പിന്നെ എങ്ങനെയാണ് കഴിയുക? അതറിയണമെങ്കിൽ ലോകത്ത് ഹൃദയത്തിന്റെ ചികിത്സ പഠിപ്പിക്കാമെന്ന് ലോകത്തിന്റെ തിരുദൂതരാണ് പറയേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ഇന്ന് ഞാൻ ഈ സദസ്സിലൊരു പ്രത്യേക വിഷയമില്ലാത്തത് കൊണ്ട് ഏറെ പറയുന്നതിൽ അർത്ഥമില്ല, അല്പമാത്രമാണ് പറഞ്ഞതെങ്കിൽ ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പമാത്രം പോരേ എന്ന് ശുജായി പാടിയിട്ടുണ്ട്. ബുദ്ധി കൂർമ്മതയുള്ളവനൊരു അല്പമാത്രം ജ്ഞാനത്തിന്റെ ശിഖരം അവന് കിട്ടിയാൽ മതി. ഹൃദയത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി കടന്നു വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ. മനുഷ്യന്റെ ഹൃദയത്തിൽ കാലാന്തരങ്ങളിൽ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. അവന്റെ ഹൃദയത്തിൽ തുരുമ്പി വ്യാപകമാകും. ഓരോ സാഹചര്യങ്ങളും പാപത്തിന് അനിവാര്യമായ അഭോൽപ്പന്നം പോലെ അവന്റെ ഹൃദയത്തിൽ തുരുമ്പ് പിടിക്കുകയാ. ആ തുരുമ്പാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പാപം ചെയ്തവന്റെ ഹൃദയം എങ്ങനെ കറുത്തു പോകുമ്പോ ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഏത് വിധമാണോ ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ഹൃദയത്തെ തുരുമ്പ് നശിപ്പിച്ചു കളയും എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമുണ്ടായി. യാ റസൂലല്ലാഹ്, ആ ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗമേത് നബി? എന്നെ കേൾക്കാനത്തെ സഹോദരങ്ങളോട്, മാറ്റത്തിന്റെ തുടക്കമുണ്ടാകേണ്ടത് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ്. അല്ലാതെ സിംബോസിയം നടത്തിയിട്ടല്ല, സെമിനാറുകളുടെ തുടക്കത്തിൽ നിന്നല്ല. അവനവന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് വലതു ഭാഗത്തിടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. ആ ഒരു ചെറിയ അവയവത്തെ സംസ്കരിക്കാൻ അവനവന് തന്നെ കഴിഞ്ഞില്ലെങ്കിൽ 6 അടി പൊക്കമുള്ള മനുഷ്യ, 100 കിലോ ഭാരമുള്ള മനുഷ്യ, 100 കിലോ ഭാരമുള്ള നിനക്ക് 450 ഗ്രാം തൂക്കമുള്ള ഒരു അവയവത്തെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ ആരാണ് മനുഷ്യനെന്ന് പറയുക? ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ വമാ ജലാഉഹാ യാ റസൂലല്ലാഹ്,
നബിയെ നിങ്ങളുടെ ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഏതാണ്? എന്നെ കേൾക്കാനെത്തിയവരോട്, അങ്ങനെ മാറി നിന്നവരോട് അവനവന്റെ ഹൃദയത്തിന് സംസ്കരണം എന്നാണ് മുത്ത് റസൂല് പറഞ്ഞത്. രണ്ട് മാർഗമാണ്. ആ മാർഗം ഏതെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞത് പാതിരാത്രിയിൽ എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചു കിടക്കുമ്പോ രാത്രി എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാനല്ല, നിങ്ങളെ തസ്ബീഹ് പിടിച്ചിട്ട് ദിക്ർ വർദ്ധിപ്പിക്കാനല്ല. അള്ളാന്റെ റസൂല് രണ്ട് പ്രായോഗിക മാർഗങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒന്ന് ദിക്റുൽ മൗതി, മരണത്തെ ഓർക്കുക. ദിക്റുൽ മൗതി, മരണത്തെ ഓർക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞുവല്ലേ, യാ റസൂലല്ലാഹ്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് നബിയെ, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുന്നില്ലല്ലോ. എന്റെ ജീവിതത്തിലും മാറ്റം വരാണ് എന്തെങ്കിലും ഒരു പോംവഴി പറയാൻ പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്, സഹാബി, നിനക്ക് മാറണോ? നിനക്ക് പരിവർത്തനം ഉണ്ടാവണോ? ആവണം നബിയെ. എന്നാൽ അതിന് ഒറ്റ ദിക്ർ മാത്രമേ ഉള്ളൂ. അതേതെന്നറിയോ? കന്നക തമൂതാ, നാളെയാണ് നീ മരിക്കുന്നതെന്ന് ഉറപ്പിക്കുക. ഇന്നെന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണ്. നാളെ പ്രമാണം കാണാൻ ഞാൻ ഉണ്ടാവില്ല, നാളത്തെ ഉദയം ഞാൻ കാണില്ല. നാളെ ഞാൻ മരിക്കുമെന്ന് ഉറപ്പിക്കുക. ഏത് സമയത്താണ് മരണം നമ്മെ തേടിയെത്തുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഈ അടുത്ത കാലത്ത് മലയാള കേരളത്തെ പിടിച്ചു കുലുക്കിയ ദുരന്തമാണ് പരവൂര് പുട്ടിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തം. ആ ദുരന്തം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെത്തി ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ പോകവേ അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ സമീപത്തുണ്ടായിരുന്നൊരു തദ്ദേശവാസി എന്നോട് പറഞ്ഞു, ഉസ്താദ്, ഈ വെടിക്കെട്ട് അപകടം നടക്കുന്നത് പുലർച്ചെ 4 മണിയോടടുത്തില്ല. അതേവരെ വൈകുന്നേരം തലേ ദിവസം രാത്രി 8 മണി മുതൽ ഞാനും എന്റെ മകനും ആ വെടിക്കെട്ടിന്റെ പുറക്കാഴ്ച കാണാനുണ്ട്. അത് കണ്ട് രാവിലെ 4 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ വെടിക്കെട്ട് നടക്കാൻ പോവുകയാ. തലേ ദിവസം 8 മണിക്ക് തുടങ്ങിയ വെടിക്കെട്ടിന് സമാപനം കുറിച്ച് അതിന് ആശാന്മാരുടെ ചോയ്സായിട്ട് നടക്കുന്ന അവസാനത്തെ സമാപന വെടിക്കെട്ട് നടക്കാൻ പോവുകയാ. അവസാനത്തെ പൊടിപൂരം കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ വെടിപ്പുരയുടെ അടുത്തേക്ക്, വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് അടുത്തു. ഞാനും അത് അടുത്തു നിന്ന് കാണാൻ ആഗ്രഹത്തോടെ പോയപ്പോ എന്റെ മകൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, അച്ഛാ, എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു പറഞ്ഞ് കുഞ്ഞു കരയാൻ തുടങ്ങി. ഞാൻ അവരോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇതേവരെ ഇതുകൂടി കണ്ടിട്ട് പോവാ. എന്തെന്നറിയില്ല, എന്തിനെന്നറിയില്ല, പതിവില്ലാത്ത വാശിയിലെന്റെ കുഞ്ഞുമോനെന്റെ കയ്യിൽ പിടിച്ചെന്നെ വലിച്ചു. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ അവനൊരു വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരാന്ന് കരുതി എന്റെ കുഞ്ഞെന്നെ കയ്യിൽ പിടിച്ചു ബലമായി പിടിച്ചു കൊണ്ടുപോയി. ഞാൻ അപ്പുറത്തേക്ക് ഒരു 500 മീറ്റർ മാറിയില്ല. ആകാശത്തേക്ക് മാരുവില്ല് പൊട്ടിവിടരുന്നത് പോലെ നയനമനോഹരമായ കാഴ്ച കാണിച്ച ക്ഷേത്ര പരിസരത്ത് അതാ തീകോളങ്ങൾ മേഘജാലത്തിന് പിടിച്ചതുപോലെ പൊട്ടുയരുന്നു. ചിതൽ കഷണങ്ങൾ, കോൺക്രീറ്റ് കഷണങ്ങൾ വായുവിൽ ഉരിഞ്ഞു പോകുന്നു. ആ ഒരു സമയത്തെങ്ങാനും ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എന്റെയും എന്റെ മകനെ ഈ ചിതറിത്തെറിച്ച ശരീരാവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് കാണുമായിരുന്നു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആ സമയത്ത് അതിന്റെ മറുഭാഗത്ത് വെടിപ്പുരക്ക് തീ പിടിച്ചിട്ട് കോൺക്രീറ്റ് ഭീമുകൾ തകർന്നു കിടക്കുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞ്, തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് ഭീമുകളുടെ ഇടയിൽ 5 ശരീരങ്ങളാ കുടുങ്ങിക്കിടന്നത്. അതിന്റെ അടിയിൽ കെട്ട് അരഞ്ഞറിഞ്ഞു പോയോ. ആ ദുരന്തത്തിന്റെ കഥ അനുസ്മരിച്ച രതീഷ് എന്ന ഫയർഫോഴ്സുകാരൻ പിന്നെ എഴുതി വെച്ചല്ലോ. ഞാൻ ആ വെടിക്കെട്ടിന്റെ ദുരന്തത്തിന്റെ കഥ കേട്ടിട്ട് 11 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എല്ലായിടത്തും കൂരാകൂറിയിട്ടാണ് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. എങ്ങും മനുഷ്യമാംസത്തിന്റെ കത്തിക്കരിയുന്ന രൂക്ഷഗന്ധങ്ങളാ. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിച്ചെല്ലുമ്പോ ആരോ എന്റെ കാലിന് കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ശരീരം മുഴുവനും പാതി വെന്തുമാറി ഒരു ചെറുപ്പക്കാരൻ ആ ഭീമിന്റെ ഉള്ളിൽ അരക്കങ്ങി പോട്ട് കുടുങ്ങിക്കിടക്കുകയാ. സാറേ, എന്നെ വിട്ടിട്ട് പോകരുത്, എന്നെ പിടിച്ചിട്ടൊന്ന് തിരിച്ചു കിടത്തണേ, എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ ആരാ മോനെയാ പറഞ്ഞതാരാ? അതിനു മുമ്പ് സ്വന്തമായി തിരിഞ്ഞു കിടന്ന്, സ്വന്തമായിട്ട് അവിടേക്ക് നടന്നു വന്ന, സ്വന്തമായിട്ട് അവിടെ നിന്ന്
നിന്നിട്ടെല്ലാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും സഹോദരങ്ങളെ, ആ മനുഷ്യനാണ് മരണത്തിന് അനിവാര്യമായ ദുരന്ത മുഖത്തിന് മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് സ്വയമായി തിരിയാൻ കഴിയില്ല, എന്നെ ഒന്ന് തിരിച്ചു മാറ്റിക്കിടത്തുമോ, ഒന്ന് സ്വയമായിട്ടൊന്നും മാറിക്കിടക്കാൻ മറ്റൊരു തന്റെ കാലിൽ പിടിച്ചനുഭവിക്കേണ്ട അവസ്ഥ. അവരെന്നോട് പറഞ്ഞ ഭീമൊന്ന് മാറ്റാൻ JCB ഒന്നും അനങ്ങുന്നില്ല, രണ്ടാമത്തെ JCB ഒന്നും അനങ്ങുന്നില്ല, 3 JCB വന്നിട്ട് പിന്നെ 3 ടീത്തുകൾ ഒരേ സമയത്ത് പിടിച്ചപ്പെടാ ഭീമൊന്ന് അനങ്ങി മാറിയത്. എന്നെ കേൾക്കാനെത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 3 JCB ഒരേ സമയത്ത് പിടിച്ചിട്ട് മാത്രം അനങ്ങിയ ഭീമാണ് അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെ പരവൂർ ടൗണിന്റെ ഭാഗത്ത് ആ സമയത്ത് ആകാശത്തുകൂടി പറന്നുപോയി ബൈക്കിലേക്ക് കയറാൻ പോകുന്ന ചെറുപ്പക്കാരന് ആകാശത്തിലൂടെ പറന്നുപോയി അത് നേരെ പോയി ടാർ റോഡിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് നേരെ എതിർവശത്തുള്ള കടയുടെ ഷട്ടറിലിടിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ചാ ബൈക്കിലോട്ട് കയറുന്ന ചെറുപ്പക്കാരന്റെ തല അരച്ചുകൊണ്ട് കടന്നുപോയത്, തല തൊട്ടിത്തെറിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, മരണമെത്തുന്ന 4 മിനിറ്റ് മുമ്പ് തൊട്ടടുത്ത് നിന്നവനെ 1/2 മീറ്റർ 500 മീറ്റർ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നവന്റെ അടുത്തിലേക്കും മരണത്തെ കൊണ്ടുപോയടാരാ. അത്രയും നേരം അടുത്ത് നിന്നവനോട് ഇല്ല 4 മാസത്തിൽ നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഞാൻ എഴുതി വെച്ച നിന്റെ ആയുസിന്റെ രേഖ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മകന്റെ രൂപത്തിൽ കൈവെള്ളയിൽ പിടിച്ചിട്ട് അകലേക്ക് മാറ്റിയതാരാ. 1.5 കിലോമീറ്ററിൽ ഒന്നുമില്ലാതെ മാറി നിന്നവന്റെ അടുക്കലേക്ക് ആകാശത്തേക്ക് പാഞ്ഞുപോയ കോൺക്രീറ്റ് ബീം തറയിൽ കൊണ്ടിട്ട് ഷട്ടറിൽ തൊട്ട് തിരിച്ചു വന്ന് അവന്റെ തല പൊട്ടിത്തെറിച്ചു കൊണ്ടുപോയി 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നവനോട് 4 മാസത്തിൽ ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ച് നിന്റെ തലയിൽ ഞാൻ എഴുതി വെച്ച ആയുസി നിമിഷത്തോടത്തിൽ നിന്ന് പറഞ്ഞ് അടുത്ത് നിന്നവനെ അകലേക്ക് മാറ്റുകയും അകലെ നിന്നവനെ മരണത്തിന് പിടികൊടുക്കുകയും ചെയ്തതാരാ? ഓ ചെയ്ത തമ്പുരാനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനാണ് ഏകനായ നിന്റെ റബ്ബെങ്കിൽ എന്റെ പൊന്നുമോനെ വഫൗക തദ്ബീരിനാ